കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന പ്രധാന നദികളിലൊന്നാണ് പാമ്പാർ നദി. മഴ കുറവുള്ള ചിന്നാർ മേഖലയെ ജലസമൃദ്ധമാക്കുന്ന നദി. ഇടുക്കിയിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന ഏക നദിയായ പാമ്പാറിന്റെ വിശേഷങ്ങളിലേക്ക്. പാമ്പാർ കൂടാതെ കബനി, ഭവാനി എന്നിവയാണ് കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ മറ്റു രണ്ട് നദികൾ. തീവ്രമായ വേനലിലും പാമ്പാറിലെ ജലം വറ്റാറില്ല. തലയാർ മുതലുള്ള നീർച്ചാലുകളെ ഉൾക്കൊണ്ട ശാന്തമായി മലഞ്ചെരുവിലൂടെ സഞ്ചരിക്കുന്നതാണ് യാത്രാരീതി. അതുവഴി വൻ പാറക്കെട്ടുകളെ തഴുകി മറയൂർ, കോവിൽക്കടവ്, ചിന്നാർ വനമേഖലയിലൂടെ അമരാവതി ഡാമിലേക്ക് എത്തുന്നു. ഈ വെള്ളമൊഴുകുന്ന വനമേഖലയിലാണ് തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഉയരത്തിൽ നിന്നും മഞ്ഞുകട്ട പോലെ താഴേക്ക് വന്നു പതിക്കുന്ന തൂവാനം വെള്ളച്ചാട്ടത്തിന്റെ മനോഹര ദൃശ്യങ്ങൾ പകർത്താൻ സഞ്ചാരികളുടെ തിരക്കേറെയാണ് ഇവിടെ. നീരൊഴുക്ക് പൂർണ്ണമായും നിലയ്ക്കാത്ത ഈ നദി ചിന്നാർ വനമേഖലയിലെ വന്യമൃഗങ്ങളുടെ കുടിവെള്ള സ്രോതസ് കൂടിയാണ്. അമരാവതി ഡാമിലേക്ക് എത്തുന്ന ഈ വെള്ളം തമിഴ്നാട് തിരുപ്പൂർ ജില്ലയിൽ കുടിവെള്ളത്തിനും കൃഷിയുടെ ആവശ്യത്തിനും ഉപയോഗിക്കുന്നു. മഴ പെയ്യാത്ത ഗ്രാമമെന്നറിയപ്പെടുന്ന ചിന്നാറിലെ ചമ്പക്കാട് നിവാസികളും പാമ്പാറിനെയാണ് ആശ്രയിക്കുന്നത്. മറയൂർ, ചന്ദനക്കാടിനുള്ളിലെ മിക്ക ഗ്രാമങ്ങളും കുടിവെള്ളത്തിനായി ഈ പുഴയെയാണ് ആശ്രയിക്കുന്നത്. കടുത്ത ചൂട് ജലത്തിന്റെ അളവ് കുറയ്ക്കുമെങ്കിലും പാമ്പാർ നദി വറ്റാതെ ഒഴുകുന്നു.